നമുക്ക് എല്ലാ സ്ഥലത്തും പോയപ്പോൾ ഉണ്ടായിരുന്നൊരു തൃപ്തി ജനങ്ങൾക്ക് നമ്മളുള്ള മനോഭാവമാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ മിക്കവാറും എല്ലാ അച്ഛന്മാരെയും പള്ളികളും ഇവരൊക്കെ കാണാൻ പോയി, കന്യാസ്ത്രീകളെ കാണാൻ പോയി. അല്ല, രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കന്യാസ്ത്രീ മഠത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു അതിൻ്റെ മേറ്റർ എന്നോട് പറയാറ്, നിങ്ങളെ ഫാൻസ് ഉണ്ടല്ലോ ഇവിടെ. ഞാൻ പറയാം, എൻ്റെ ഫാൻസോ ഉണ്ട്. അപ്പോൾ ഒരു കന്യാസ്ത്രീ ഒന്ന് ഞാൻ ഫാനാണ്. അങ്ങനെ അങ്ങനെ മനുഷ്യനെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു രൂപം അതെല്ലാ വിഭാഗത്തിലും കാണാം. അവർ കന്യാസ്ത്രീകളെന്ന് പറയുന്ന അവരുടെ ജീവിതം തന്നെ ഒരർപ്പണമായി വെച്ചവരാണ്. അവരാണ് നമ്മളോടിത് പറയുന്നത്. നമുക്ക് ഒരു പ്രത്യേകത എന്താ തോന്നുന്നത്, എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളോടടുത്താണ്. കാരണം രണ്ടാണ്. ഒന്ന്, തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിലെ തലസ്ഥാനം. ഈ തലസ്ഥാനത്ത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമിട്ട സ്ഥലമാണ്. ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുപോയി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന സ്ഥലം നമ്മളെ മണ്ഡലത്തിൽപ്പെട്ടതാണ്. നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുവിപ്പുറം വഴി പോകുന്ന ഒരു സ്ഥലം, അവിടെയൊക്കെ റോഡും ഞാൻ കൊടുത്തിട്ടുണ്ട് നാരായണഗുരുവിൻ്റെ പേരിൽ. മറ്റൊന്ന്, ഇവിടെയല്ലേ വില്ലുവണ്ടി സമരം നടന്നത്, ഇവിടെയല്ലേ എല്ലാ പോരാട്ടങ്ങളും നടന്ന സ്ഥലങ്ങളല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു നാട്ടിൽ ഒരിക്കലും മതാധിഷ്ഠിതമായൊരു രാജ്യമാവാൻ നമ്മുടെ രാജ്യം പോകുന്നു എന്ന ഭീതി അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. കാരണം അവരൊരിക്കലും വ്യത്യസ്തമായി മനുഷ്യൻ മതത്തിൻ്റെ പേരിൽ മാറി ജീവിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവരല്ല.